ഞാൻ ആ കമൻറ്റ് ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. EMIന്റെ ബില്ല് വന്നിട്ടുണ്ടാവും, ദാറ്റ് ഈസ് വൈ ഹീസ് ക്രൈയിങ്, അങ്ങനത്തെ കുറേ കമൻസ് ഉണ്ട്. വുമണിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഈ എംപവേർഡ് ആയ വുമൺ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഞങ്ങൾ മെന്നിന് പറഞ്ഞു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർ കൺഫ്യൂസ്ഡ് ആയി പോവാണ്. എനിക്കൊരു പേഴ്സണൽ സംഭവമുണ്ട്. ഞാൻ റീസെൻ്റ്ലിയാണ് ഞാൻ റീമാരേജ് ചെയ്തത്. അപ്പോൾ അന്ന് ആ ഇവൻറ്റിനകത്ത് എൻ്റെ ഹസ്ബൻഡ് ആദിത്യ കരഞ്ഞായിരുന്നു, പാട്ട് പാടി വെരി ബ്യൂട്ടിഫുൾ വീഡിയോ. ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മൊമെന്റ് ഫോർ us. നമ്മളത് പുറത്ത് എന്താ പറയുക, നമ്മളത് വിൽക്കാൻ ഉദ്ദേശിച്ച സാധനമായിരുന്നില്ല, പക്ഷെ അത് പുറത്തായി പോയി, ഓൺലൈൻ മീഡിയ വന്ന്. അതിൻ്റെ താഴത്തെ കമൻസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം, ഒരു മെജോറിറ്റി ആളുകൾ ആർ ലൈക്ക് സപ്പോർട്ടിങ് ആദിത്യ, കാരണം ഹീസ് എക്സ്പ്രസീവ്, എന്താ ഇമോഷൻസ് കാണിക്കുന്നുണ്ട്. പക്ഷെ ദർ ഈസ് എ കാറ്റഗറി ഓഫ് ആൾക്കാർ സേയിങ് ദാറ്റ്, ഞാൻ ആ കമൻറ്റ് ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്, EMIന്റെ ബില്ല് വന്നിട്ടുണ്ടാവും, ദാറ്റ് ഈസ് വൈ ഹീസ് ക്രൈയിങ്, അങ്ങനത്തെ കുറേ കമൻസ് ഉണ്ട്. അവരെ മാറ്റാൻ നമുക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് ആളുകളുണ്ട്. ഒരു മെജോറിറ്റി ആളുകൾ സപ്പോർട്ട്, എനിക്ക് തോന്നുന്നു ഒരു 5 years മുന്നേ ആണെങ്കിൽ ഇത്ര സപ്പോർട്ട് സീറോ സപ്പോർട്ടായിരുന്നേനെ. ഇപ്പം അതൊരു പോസിറ്റീവ്, ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും സംസാരിക്കാറുള്ളൊരു കാര്യമാണ്, നമ്മൾ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ മുതൽ ഇത് മനുഷ്യരാണ്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മനുഷ്യരാണ്, നമ്മൾ സഹജീവികളായിട്ട് ജീവിക്കേണ്ടവരാണ്, നമ്മൾ അങ്ങോട്ടും കമ്പാഷനേറ്റായി കൈൻഡായി ജീവിക്കേണ്ടവരാണ് എന്നുള്ളൊരു ക്ലാസ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെയാണ് ഈ വുമൺ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വുമണിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഈ എംപവേർഡ് ആയ വുമൺ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഞങ്ങൾ മെന്നിന് പറഞ്ഞു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർ കൺഫ്യൂസ്ഡ് ആയി പോവാണ്, അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ സത്യം ഡോക്ടർ പറഞ്ഞത് അനുപറഞ്ഞ വളരെ കറക്റ്റാണ്. ഞാൻ പേടിയായിരിക്കും, പക്ഷെ അവർ എക്സ്പ്രസ് ചെയ്യുന്ന വേറെ പല രീതിയിലുമാണ്, ദേഷ്യമായിട്ടും. അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഒരു വേദിയിൽ അതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഈ അവരുടെ ഭയത്തെ, അതുകൊണ്ടാണ് ഈ കമന്റുകൾ നമ്മളിപ്പോൾ നിങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടാവും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇത് വരുന്നത്. ഈ വേലിയുടെ അപ്പുറത്തേക്ക് ചാടുന്ന സ്ത്രീയെ, അല്ലെങ്കിൽ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ആണിനായാലും പെണ്ണിനായാലും ഏത് ജെൻഡർ സ്വത്വമുള്ള മനുഷ്യനെ ആയാലും പേടിയാണ്, അവരുടെ ഭയമാണ്, അവരുടെ മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ് പഠിപ്പിക്കേണ്ടത്.